എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വേണം. രാവിലെ തന്നെ എഴുന്നേൽക്കുന്നു, പല്ലേക്കാനായി നേരെ വാഷ്റൂമിലേക്ക് നടന്നു. പിന്നെ ഞാൻ ചായ ഉണ്ടാക്കുന്നതിൻ്റെ വെള്ളം എടുത്തു. അപ്പം അതാടോ പഞ്ചാര തീർന്നു. പിന്നെ ഒന്നും നോക്കാനില്ല, വേഗം ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് വിട്ടു, കടം ചോദിച്ചു. പഞ്ചാര ഉണ്ട് ഗൈസ്. അവിടുന്ന് പഞ്ചാരയും വാങ്ങി ഞാൻ ഇതാ കാപ്പി ഉണ്ടാക്കാനായി നോക്കുന്നു. കാപ്പി പൊടി ഇട്ടു. പിന്നെ ആകെ ഉണ്ടായിരുന്ന കടി എന്ന് പറയുന്നത് അവിലായിരുന്നു. അവിലേക്ക് പഴം ഇട്ടു. പിന്നെ മെസ്സിൽ നിന്ന് കിട്ടിയ പാസ്തയും കാപ്പിയും എല്ലാം കൂടി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും വിശന്നു. ഞാൻ വീണ്ടും ഒരു കൈ പഴമെടുത്ത് കഴിച്ചു. അപ്പോൾ അതങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഇതാ ഉച്ചയായി. ഉച്ചയ്ക്ക് ഞാനും ഫ്രണ്ടും ഹോട്ടലിലേക്ക് പോയി കഴിക്കാനായിട്ട്. ഹോട്ടലല്ല, ഇവിടെയുള്ളൊരു ക്യാൻറ്റീനാണ്. അപ്പോൾ ക്യാൻറ്റീനിലോട്ട് പോയി നല്ല ചോളയും ഭട്ടൂരയൊക്കെ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഫുഡൊക്കെ കിട്ടി. ചോളയില്ലാത്തൊരു ചോള ഭട്ടൂരയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, വിശക്കുമ്പോൾ എല്ലാം തിന്നാലോ. അങ്ങനെ നമ്മൾ വേഗം വിട്ടു അബി ഫുഡ്സിലേക്ക്. അബി ഫുഡ്സിൽ നല്ല മഞ്ചൂരിയൻ ചൗമീൻ പറഞ്ഞു. മഞ്ചൂരിയൻ ചൗമീൻ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോളിഫ്ലവർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു നൂഡിൽസാണ്. അങ്ങനെ കരുതിയാൽ മതി. ചിക്കനും മട്ടനും പകരം ഇതൊക്കെ നമുക്ക് ഇവിടെ ഉള്ളൂടെ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു അസൈൻമെൻറ്റ് പേപ്പർ വാങ്ങാനുണ്ടായിരുന്നു. ഞാനും ഫ്രണ്ടൂടെ നേരെ പോയി ഷോപ്പിലോട്ട് പോയി. ഷോപ്പിൽ പോയപ്പം സാധനമില്ല. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ഫ്രൂട്ട്സ് കടയിൽ പോയി. അവിടെ നല്ലൊരു ആപ്പിൾ എടുത്ത് നോക്കി വാങ്ങാമെന്ന് വിചാരിച്ചു. വില ചോദിച്ചു. 40 റുപ്യേ അതൊരു ആപ്പിളിന്. അതവിടെ തന്നെ വെച്ചു. ആ കിവിയൊക്കെ നൈസായിട്ട് നോക്കി, ചമ്മയില്ല എന്നുള്ള പോലെ വെച്ചു. ആപ്പിൾ അവിടെ വെച്ചു. പിന്നെ ഫ്രണ്ടിനെ മോട്ടറാക്കി 2 ലൈസൊക്കെ മേടിച്ചു. അവനെ കൊണ്ട് നേരെ വിട്ട് ഹോസ്റ്റലിലേക്ക്. ഇവിടെ നിന്ന് ഒത്തിരി നടക്കാനുണ്ടേ. അങ്ങനെ നടന്നു. ഈ കാണുന്നൊക്കെയാണ് നമ്മുടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ എല്ലാം ക്വാർട്ടേഴ്സ് വരുന്നത്. എല്ലാം അടുത്ത് തന്നെയാണ്. പക്ഷെ എനിക്ക് ഹോസ്റ്റലിലേക്ക് ഒത്തിരി നടക്കാനുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നടന്നു കുറേ ദൂരം നടന്ന് നമ്മൾ ഹോസ്റ്റലിൽ എത്താറായി. പിന്നെ റൂമിൽ പോയി കിടന്നുറങ്ങി. പിന്നെ നൈറ്റ് ഫുഡ് കഴിക്കാൻ എഴുന്നേറ്റു. അങ്ങനെ നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു. നൈറ്റ് ഫുഡ് കഴിക്കണം. എന്തെങ്കിലും നോൺ വെജ് കഴിക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് നല്ല ബിരിയാണി കടയൊക്കെ ഉണ്ട്. പുറത്ത് എത്തണമെന്നുണ്ടെങ്കിൽ കുറേ നടക്കാനുണ്ട്. ഭാഗ്യത്തിന് നമുക്ക് റോസിയെല്ലാം കിട്ടി. മെയിൻ ഗേറ്റിലെത്തി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ബിരിയാണി കടയിലോട്ടാണ് പോകുന്നത്. കടയിലെത്തിയപ്പോൾ വേണ്ടേ നമ്മുടെ മച്ചന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. വ്ളോഗെന്ന് പറയുന്നതിൻ്റെ പൊലിവാണ്, മൈൻഡാക്കണ്ട. പിന്നെ കറണ്ടെല്ലാം ഫുൾ ടോർച്ച് അടിച്ചു ഫുഡ് കഴിച്ചു. കുഴപ്പമില്ലാത്തൊരു 50 രൂപേൻ്റെ ബിരിയാണി. 50 രൂപയ്ക്ക് ഇതൊക്കെ പ്രതീക്ഷ മതി. നമ്മുടെ നാട്ടിൽ കമ്പയർ ബെറ്ററാണ്. പിന്നെ മുടി വെട്ടാൻ നോക്കിയപ്പോൾ അവിടെ അതിലും വലിയ തിരക്ക്. അപ്പോൾ പിന്നെ ഇന്ന് മുടി വെട്ടണ്ടെന്ന് കരുതി നേരെ നമ്മൾ തിരിച്ച് യൂണിവേഴ്സിൻ്റെ അകത്തോട്ട് പോയി. യൂണിവേഴ്സിൻ്റെ അകത്തുനിന്ന് അസൈൻമെൻറ്റ് പേപ്പറായിട്ട് വാങ്ങി. അസൈൻമെൻറ്റ് പേപ്പർ വാങ്ങിയതിന് ശേഷം ഞാൻ അവിടെ കണ്ടിട്ടുള്ളൊരു സ്ട്രോബെറിയുടെ കിറ്റ്കാറ്റ് എടുത്തു. അങ്ങനെ ടേസ്റ്റൊക്കെ അറിയാമെന്ന് വെച്ചിട്ട് എടുത്താണ്. കുറേ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ. അങ്ങനെ ഞാനത് തിന്നോക്കിയപ്പം വലിയ കോണമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മണം ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ആയതുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടമായിട്ടൊന്നുമില്ല. അങ്ങനെ അതും അകത്താക്കി ഞാൻ വേഗം റൂമിലേക്ക് പോയി കിടന്നുറങ്ങി. അത്രേ ഉള്ളൂ. ബൈ.